ഹായ് ഹലോ മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ ഓണാഘോഷ പരിപാടികളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കാനഡയിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു ഓണ പ്രോഗ്രാമാണിത്. ഒരുപാട് കലാപരിപാടികൾ, പുലിക്കളി, മാവേലിയുടെ ഒരു മാസ് എൻട്രി, പിന്നെ പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഓണക്കളികളില്ലാതെ എന്ത് ഓണമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ഓണക്കളികളാണ് അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാനഡയിലെ ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാവേലിയുടെ ഒരു കിടിലം എൻട്രിയൊക്കെ ഒരു കനേഡിയൻ സ്റ്റൈലിലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കസേരക്കളിയോട് കൂടിയാണ് നമ്മുടെ ഓണക്കളി സ്റ്റാർട്ട് ചെയ്തത്. ഞാനും ഹസ്ബൻഡും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പകുതി വഴിയിൽ വെച്ച് തന്നെ അതിഗംഭീരമായിട്ട് തോറ്റു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സമ്മാനം കിട്ടിയോ ഇല്ലേ എന്നറിയാൻ നമുക്ക് ലാസ്റ്റ് വരെ ഈ കസേരക്കളി ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ശ്രുതി എന്ന് പറയുന്ന പാലക്കാടുകാരിയാണ് ഫൈനലിൽ വന്നത്. അങ്ങനെ കസേരക്കളിയുടെ കപ്പ് നമ്മുടെ പാലക്കാടുകാരി കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ ഈ ഒരു ഓണം പ്രോഗ്രാമിനെ വെച്ചിട്ട് ശ്രുതിയെ പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓണം കളികളിൽ അറഞ്ചും പുറഞ്ചും ഞങ്ങൾ രണ്ടുപേരും കയറി അങ്ങ് മത്സരിച്ചു. അപ്പോൾ എല്ലാ ഓണക്കളികൾക്കും അവർ സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല കിടിലൻ സമ്മാനങ്ങളാണ് അവർ കൊടുത്തത്. പിന്നെ ലക്കി ഡ്രോയും അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് കുളം കര എന്ന് പറയുന്ന ഒരു ഗെയിമാണ് കളിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണിത് അല്ലേ. ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഒരു ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ സ്പീഡ് ആവണം, പെട്ടെന്ന് തന്നെയാണ്. കര, കുളം, കുളം, ആരാത് ആരാത്, ആ പോരെ 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 പോരെ. കര, കുളം, കുളം, കര, കുളം, കര, കര. എൻ്റെ അടുത്ത് നിന്ന് പറന്ന് കളിക്കുന്ന ഈ കൊച്ചുമിടുക്കൻ ശ്രുതിയുടെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ വാശിയേറിയ ഈ കുളംകര മത്സരത്തിൽ വിജയി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുളം, കര, കര, കര. പാലക്കാടിൽ നിന്ന് ഒരാളെ പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ ഇവൻ ഭയങ്കരമായ കളിയാണ്. ഗൗതം കുളം, കര, കുളം, കര, കുളം, കര, കര, കുളം, കര, കുളം, കുളം. ഇത് പാലക്കാട് നന്നായി കളിച്ചു. ഇനിയുണ്ട് ഗെയിംസ്. അടുത്തതായിട്ട് ഒരു ചാലഞ്ചിങ്ങും ഒരു ഫണ്ണുമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ട്രഷർ ഹണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രുതിയും ഞാനുമായിരുന്നു ടീം.
ട്രഷർ ഹണ്ടിൻ്റെ വിജയിക്ക് കിട്ടുന്നത് $300 ആയിരുന്നു കേട്ടോ. ടൈം ലിമിറ്റുള്ള ഒരു ഗെയിമായിരുന്നു. അപ്പോൾ ഫാസ്റ്റായിട്ട് അവർ തരുന്ന ക്ലൂവും എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് പെട്ടെന്ന് ചടപടയെ ചെയ്ത് പോകുന്നവർക്കാണ് ട്രഷർ ഹണ്ടിൽ വിജയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 2 ക്ലൂവിൽ ഞങ്ങളിങ്ങനെ സ്റ്റക്കായി ഞങ്ങളുടെ ടൈം വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. ട്രഷർ ഹണ്ടിൽ അവർ ആദ്യം തന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ടീം അംഗങ്ങളുടെ സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ ഈ ഓണം പ്രോഗ്രാം നടത്തുന്ന ഓർഗനൈസേഴ്സ് ഉണ്ട്, ആഹാ റേഡിയോ, എൻജെ കാനഡ, ഓണച്ചന്ത എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവരെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആഹാ റേഡിയോയിലെ ഒരു അംഗത്തിൻ്റെ അടുത്ത ക്ലൂ ഉണ്ട്. അപ്പോൾ അവരെ കണ്ടുപിടിക്കുന്നതായിരുന്നു അടുത്ത ടാസ്ക്. അങ്ങനെ കണ്ടുപിടിച്ചു, അടുത്ത ക്ലൂ കിട്ടി. അത് മാത്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കണക്ക് കൂട്ടി ആ ഉത്തരം അവിടെ ഏൽപ്പിക്കണം. ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ചടപടയെന്ന് ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് വെപ്രാളമായിപ്പോയി, തണുപ്പും വിറയ്ക്കുന്നതുകൊണ്ട് എഴുതാനും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ വേറൊരു ടീം ചെയ്ത് അവർ ഫസ്റ്റ് അടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതിവിദഗ്ധമായിട്ട് തോറ്റു. രാത്രി 11 മണി വരെ ഈ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ കിടിലൻ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള റാപ്പ് സിംഗർ വേടൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. ഇത്രയും മലയാളികൾ കാനഡയിലുണ്ടെന്ന് ഈ ഒരു ഓണം പ്രോഗ്രാമിലൂടെ അറിയാൻ പറ്റി. അപ്പോൾ രാത്രിയൊക്കെ കിടിലൻ വൈബായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്